അതിനെ ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. രണ്ട്, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ് നൽകണം എന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. രണ്ട്, സ്കൂൾ സെലക്ഷൻ അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PMC പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി, മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് സമർപ്പിക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണ പരിഷ്കാര നടപടി ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നിരവധി ഫയലുകൾ ധനകാര്യ വകുപ്പിലേക്ക് വരികയാണ്. നിരവധി ഫയലുകൾ, ആവശ്യമില്ലാത്ത ഫയലുകൾ ധാരാളമായി വരികയാണ്. അതിൽ ഭൂരിഭാഗം ഫയലുകളും ധനപരമായ കോഡ് ഓഫ് കോണ്ടക്ട് അറിയാതെ വരുന്ന ഫയലുകളാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ. അത് പലതും തിരിച്ചയക്കേണ്ടി വരികയാണ്. ഇതെല്ലാം വ്യാപകമായ തരത്തിലുള്ള നമ്മുടെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നതിന്, പദ്ധതികൾ വൈകുന്നതിന്, സർക്കാർ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് 1974 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച മാതൃകയിൽ എല്ലാ വകുപ്പിലും സർക്കാർ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ നിയമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, എല്ലാ വകുപ്പിലും. അപ്പം ധനപരമായ കാര്യങ്ങൾ ഒരു സ്ക്രൂട്ടിനി അവിടെ ഉണ്ടാവും. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഒരു സാമ്പത്തിക ചെലവും സർക്കാരിന് ഇല്ലാതെ എല്ലാ വകുപ്പിലും ഒരു ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടാവും. ആ സ്ക്രൂട്ടിനി നടത്തിയിട്ടേ ഫയൽ പോവുള്ളൂ. ഇപ്പോൾ ധനകാര്യ വകുപ്പിലേക്ക് അയക്കേണ്ട ഫയൽ മാത്രമേ വരുള്ളൂ. മാത്രമല്ല അത് തിരിച്ചയക്കേണ്ടി വരില്ല. കാരണം സംശയങ്ങളെല്ലാം നിവർത്തിച്ച് കോഡ് ഓഫ് കോണ്ടക്ട് എല്ലാം പാലിച്ചിട്ടുള്ള ഫയലുകളായിരിക്കും. അപ്പോൾ ഒരു വളരെ ഭരണപരിഷ്കാര നടപടികളുമായി ബന്ധപ്പെട്ട ഒരു വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസറെ. ഫയലുകളുടെ എണ്ണം ഗണ്യമായി കുറയുകയും ഫയലുകൾ കൂടുതൽ യാത്ര ചെയ്യുന്നത് ഇല്ലാതായിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇതനുസരിച്ചൊരു ജോയിന്റ് സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെയും എല്ലാ ഭരണവകുപ്പിൻ്റെയും സെക്രട്ടറിയുടെ പ്രധാന സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലപ്പെടുത്തേണ്ടതും നയപരമായ തീരുമാനങ്ങൾ, പുതിയ സേവനങ്ങൾ, വിശാലമായ സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയ്ക്ക് മാത്രമായി ധനകാര്യ വകുപ്പിനെ സമീപിക്കുന്നതും നിർദ്ദേശിക്കും. ധനകാര്യ വകുപ്പ് സത്യത്തിൽ കയ്യിലുള്ള കുറേ അധികാരങ്ങൾ കൂടി താഴെയുള്ള വകുപ്പുകളിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാണ്. നടപടിക്രമങ്ങൾ സുഗമമാക്കാൻ വലിയ മാറ്റം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമതൊരു കാര്യം തീരുമാനമെടുത്തത് നമ്മുടെ പൊതുസംഭരണമുണ്ട്, പ്രൊക്യൂർമെന്റ്. ഇതിൻ്റെ മാനുവൽ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട മാനുവലാണ്. ഇന്നത്തെ കാലത്ത് പ്രൊക്യൂർമെന്റ് മാറി പ്രൊക്യൂർമെന്റായി മാറിയത് നമ്മുടെ മാനുവൽ അറിഞ്ഞിട്ടില്ല. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചർ വകുപ്പ് പ്രകടിപ്പിച്ച ജനറൽ ഫിനാൻഷ്യൽ റൂൾസും മാർഗനിർദ്ദേശങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ആ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കണം. പക്ഷേ നമ്മുടെ മാനുവൽ വേറെയാണ്, കാലഹരണപ്പെട്ട മാനുവലാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പുതിയ സംവിധാനം, ഒരു പ്രൊക്യൂർമെന്റ് ഉൾപ്പെടെയുള്ള കാലത്ത് പൊതുസംഭരണത്തിന് സർക്കാർ സംഭരിക്കുന്നത് വർക്കുകളും ആ പൊതു പ്രൊക്യൂർമെന്റിന്റെ ഭാഗമാണ്. പണ്ട് സിവിൽ വർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. വർക്കുകൾ, വിവിധ വകുപ്പുകളുടെ സംഭരണം, ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത്, ടൂറിസം, IT, ഹയർ എഡ്യൂക്കേഷൻ, വാട്ടർ റിസോഴ്സസ് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപസമിതിയാണ്. ഇവർ കൃത്യമായിട്ട് ഓരോ വകുപ്പിലെ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകുകയും സംഭരണം, ഒരു പ്രൊക്യൂർമെന്റ് നടക്കുന്നത് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വേഗത്തിൽ നടത്താനും ട്രാൻസ്പെറൻ്റായി സുതാര്യമായി നടത്താനുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ഈ സർക്കാരിൻ്റെ ആദ്യത്തെ 100 ദിവസത്തെ കർമ്മ പരിപാടികൾ
ജൂലൈ 1 മുതൽ നടപ്പാക്കും. 100 ദിവസത്തേക്ക്, ജൂലൈ 1 മുതൽ 100 ദിവസത്തേക്ക് നടപ്പാക്കും. ഹൈക്കോടതിയിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫിയെ നിയമിച്ചു. കേരള കാഷ്യൂ ബോർഡ് MD ആൻഡ് ചെയർമാനായി G ഉണ്ണികൃഷ്ണനെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തത്. മറ്റൊരു വലിയ വളരെ അഭിമാനകരമായ ഒരു വാർത്ത, നിരവധി വർഷക്കാലമായി തർക്കങ്ങൾ കൊണ്ട് നിലനിന്നിരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 7 പേരുമായി ബന്ധപ്പെട്ട എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവിലെ വിഷയം ഈ സർക്കാർ വന്ന് 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് അത് ഭംഗിയായി അത് പരിഹരിച്ചു. ഭൂവുടമയും അവരും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ആ എഗ്രിമെന്റിന്റെ ഭാഗമായി അവർക്ക് 7 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും. 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് കൊടുക്കും. അതേ ഭൂമിയിൽ, തർക്കഭൂമിയിൽ തന്നെ അവർക്ക് 5 സെന്റ് വീതം ഭൂമി കിട്ടി. അവർക്കൊരു പൊതുവഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൊതുവഴി പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുക്കും. രമ്യമായ പരിഹാരം. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ സർക്കാർ വന്നതിന്റെ പിറ്റേ ദിവസമാണ് 15ാമത്തെ റിക്കവറി നടപടി നടന്നത്. കുറെ ആളുകളൊക്കെ അവിടെ പോയി സമരമൊക്കെ ചെയ്തു. 14 പ്രാവശ്യം ഈ റിക്കവറി നടപടി നടന്നിട്ട് ഒരു ചെറുവിരൽ പോലും ആരും അനക്കിയില്ല. ഞങ്ങളുടെ മുമ്പിൽ ആദ്യം ഈ കേസ് വന്നപ്പോൾ തന്നെ ഞങ്ങളത് കൈകാര്യം ചെയ്തു. AGയെ കോടതിയിൽ ഹാജരാക്കി. AGയോട് നിർദ്ദേശം കൊടുത്ത് 2 ആഴ്ചത്തെ സമയപരിധി കോടതിയിൽ നിന്ന് വാങ്ങിച്ച് 2 കൂട്ടരുമായി നിരന്തരമായി സംസാരിച്ച് അത് ഒത്തുതീർപ്പിൽ എത്തിച്ച് എഗ്രിമെന്റ് വെച്ച് ആ എഗ്രിമെന്റ് കോടതിയെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമയബന്ധിതമായി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. ഈ കാര്യത്തിന് നേതൃത്വം കൊടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി M. ജോണിനെയും കുന്നത്തുനാട് MLA ശ്രീ VP സജീന്ദ്രനെയും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. അല്ല, ചോദിച്ചോ, ഒരു ചോദ്യം ചോദിക്കും. അങ്ങനെ സംസാരിക്കല്ലേ. അല്ല, അത് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നേ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാണ്. മരവിപ്പിച്ചെന്ന് പറയുന്ന തീരുമാനം എന്താ? ഇത് എന്ന് മുതലെടുത്ത തീരുമാനങ്ങളാണിത്. മുഴുവൻ തീരുമാനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ച് എടുത്തിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഇവിടുത്തെ ഫിനാൻസിന്റെ അനുമതിയോടുകൂടി എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2024 തീരുമാനം എടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. 2024 അതടക്കമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റാണ് ഒപ്പുവെച്ചത്, ഞങ്ങളെല്ലാം ഒപ്പുവെച്ചത്. ഇപ്പോ ഗവൺമെന്റ് എല്ലാവരോടും ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ മറുപടി പറയണത്. അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു, പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അതിന്റെ അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്. ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല, നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചത്, അതിനല്ലേ ഞാൻ മറുപടി പറയണേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്? ഇടയ്ക്കിടയ്ക്ക് കയറരുത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഞാൻ അവിടെ ഇരിക്കുമല്ലേ. ഇതെല്ലാം തീർത്ത് അങ്ങ് വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? അങ്ങ് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ, ഞാൻ പറയാൻ അനുവദിക്കന്നെ. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ. ഞാൻ പറയട്ടെ മറുപടി. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലി കഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതല്ലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. വേറെ ചോദിക്ക്. അല്ലല്ലേ, പദ്ധതിയിൽ നമ്മൾ തുടരാൻ നമ്മൾ നിർബന്ധിതരാണ്. കാരണം ഓൾറെഡി എഗ്രിമെന്റ് വെച്ചു. അതിന്റെ ലീഗൽ സ്റ്റേറ്റസ് എന്താണ്? നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇവിടെ ചോദിച്ചതുപോലെ നമ്മൾ സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ ബാധിക്കാതെ. ഇപ്പൊ NEP-യെ കുറിച്ച് പറഞ്ഞു. NEP നേരത്തെ നടപ്പാക്കി. കേരളത്തിൽ ഹയർ സെക്കൻഡറിയിലെ 12 വിഷയങ്ങൾ
NCERT ആണ് കൊടുക്കുന്നത്. 40 വിഷയങ്ങൾ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. NEP നേരത്തെ അങ്ങനെ തന്നെയാണ് നേരത്തെ നടപ്പാക്കി തുടങ്ങി NEPയുടെ. അല്ല, അതിന് ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെന്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് എഗ്രിമെന്റ് വെച്ചതാണ്, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എഗ്രിമെന്റ് വെച്ചതാണ്. ഞാൻ ധനകാര്യ വകുപ്പിന്റെ റിപ്പോർട്ട് വരെ വായിക്കാം. ധനകാര്യ വകുപ്പിന്റെ ആ കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്ത് ഫിനാൻഷ്യൽ ക്ലിയറൻസ് കൊടുത്തു. എല്ലാ ക്ലിയറൻസും കൊടുത്തിട്ടാണ് ഗവൺമെന്റ് പോയിട്ട് ഒപ്പുവെച്ചത്. എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു. ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി ഇതിൽ ഒപ്പുവെച്ച BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് കൂടി സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ജോയിന്റ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ തൊടാത്ത രീതിയിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ തീരുമാനം എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റുകളും ഒപ്പുവെച്ചു. അവരെന്താ പറഞ്ഞിരുന്നത്? അവർ ഒരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നാണ് തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നത്. ഒപ്പുവെക്കില്ല എന്ന്. ഞങ്ങൾ എന്തിനാ എതിർത്തത്? നിങ്ങൾ അന്നത്തെ എന്റെ മറുപടി കേട്ടു നോക്ക്. ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തി ഇവർ പോയി ഒപ്പുവെച്ചു, ആരെ അറിയിക്കാതെ. എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം അറിയാം ഇതിൽ ഒപ്പുവെച്ച കാര്യം. എന്നിട്ട് CPI മന്ത്രിമാർ അപ്പോഴും ഒപ്പുവെക്കരുത് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്.